ഹലോ, നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങളുള്ളതുപോലെ തന്നെ ജർമ്മനിയിലും ഉണ്ട് ഉത്സവങ്ങൾ. അതിലൊന്നിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നുള്ളത്, ന്യൂൺബർഗ് ഫോക്ക് ഫെസ്റ്റ്. ഇത് നാട്ടിലുള്ള ഉത്സവം പോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ചന്തകളും കുറച്ച് ഫുഡ് സ്റ്റാൾസൊക്കെ ആയിട്ടാണല്ലോ ഉത്സവം ഉണ്ടാകുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിഷുവിനെ ഹാർവസ്റ്റ് സീസൺ എന്ന് പറയുന്ന പോലെ ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് ഇവിടുത്തെ ലോക്കൽസ് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റാണ് ഈ ഫോക്ക് ഫെസ്റ്റ്. ഇത് സ്പ്രിംഗ് സീസണിലും ഓട്ടം സീസണിലും ഇവിടെ ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ റൈഡ്സും വലിയവർക്കുള്ള റൈഡ്സും ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് ഫുഡ് സ്റ്റാളുണ്ട്. ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ കിട്ടുന്ന ഫുഡ് സ്റ്റാളുണ്ട് ഇവിടെ. അവിടെ ജെയിൻ വീലുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരിക്കുകയാണ് ഇവിടെ. കാരണം നമ്മൾ ക്രൗഡുള്ള സമയത്ത് വന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. ഇത് 1826 മുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. നാട്ടിലൊക്കെ കാണുന്ന ഗെയിമാണ്. അതാ കണ്ടോ, അവിടെ കണ്ടോ, ആ ടിന്ന് എറിഞ്ഞ് പൊട്ടിച്ചാൽ ഫുള്ളായിട്ട് വീണാൽ നമുക്ക് ഈ ഗിഫ്റ്റൊക്കെ എടുക്കാം. അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനം പോലെ ഈ ഒരു ഗ്ലാസ് കിട്ടും നമുക്ക്. അടുത്ത സ്റ്റാൻഡിലേക്ക് പോകാം. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഗെയിം കളിച്ച് വിന്നായാലും മാത്രമേ നമുക്ക് ഇവിടുന്ന് സാധനം കിട്ടുള്ളൂ. അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ഐറ്റവും ടോയ്സ് ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല. എല്ലാം ഓരോരോ ഗെയിമായിരിക്കും. ഇവിടെ തന്നെ ഇവിടെ ഗെയിം വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. ഫെസ്റ്റിന് മെയിനായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ഹാർട്ട് ഷേപ്പിലുള്ള കുക്കീസ്. ഇത് ചോക്ലേറ്റ് കുക്കീസാണ്, ശരിക്കും ബിസ്ക്കറ്റാണ്. ഇത് കഴുത്തിലിട്ട് നടക്കുകയാണ് ആൾക്കാർ സാധാരണ ഇവിടെ വലിയ വലിയ ഫെസ്റ്റൊക്കെ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ പോപ്കോൺ, അതിൻ്റെ വറുത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും ഇവിടെ. അവരോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കട്ടെ, പക്ഷേ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഫോട്ടോ എൻ്റെ വീഡിയോയിൽ വരാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് കട്ട് ചെയ്താണ് വീഡിയോ എടുക്കുന്നുള്ളത്. ഇപ്പം ഇത് തുറന്നിട്ടുണ്ട്, കുറച്ചൊക്കെ തുറക്കാൻ തുടങ്ങി. ഇപ്പം ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ ബ്രാറ്റ്വൂസ്റ്റ്. ഇത് മെയിനായിട്ട് പോർക്കാണ് കേട്ടോ ഇതിൻ്റെ മീറ്റ് വരുന്നത്. ഇത് 3 സോസേജ് ഗ്രില്ല് ചെയ്തിട്ട് ഇതിനെ ഈ ബ്രെഡിൻ്റെ റോളിനകത്ത് വെച്ചിട്ട് തരുന്നതാണ്. സ്പ്രെഡ് ചെയ്യാത്തതാണ്. ഇതിവിടെ ന്യൂൺബർഗിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണിത്. ന്യൂൺബർഗ് സോസേജ് ബ്രാറ്റ്വൂസ്റ്റ്. ഇതിനകത്ത് 3 സോസേജ് ഉണ്ടാവും, ബ്രെഡിനകത്ത് വെച്ചിട്ടുള്ളതാണ്.
നമുക്കൊന്ന് ഈ ഗെയിം കളിച്ച് നോക്കാം. ഇതിൽ നമുക്കിപ്പോൾ 50 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓരോന്നും പൊട്ടിച്ച് ഇതിനകത്ത് എത്രമാത്രം പോയിന്റ്സ് ഉണ്ട് നോക്കും. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അങ്ങനെ 50 കൂപ്പണും പൊട്ടിച്ചിട്ടുണ്ട്. എല്ലാറ്റിലും ഓരോ പോയിന്റ് വെച്ച് നമുക്ക് 50 പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് എടുക്കാം. ഫോട്ടോ പോലെ ഉണ്ടല്ലോ ഏട്ടാ, അല്ലേ? ഇത്രയും ഹൈറ്റ് ലെങ്ത് ഉണ്ട്. ഇത് കണ്ടോ, 2 മണിക്ക് ഓപ്പണായി 4 മണി ആകുമ്പോഴേക്ക് ഭയങ്കര തിരക്കായി. ഇപ്പോൾ സ്ട്രോളറൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര തിരക്കാണ്. ഫുഡ് സ്റ്റാളിലാണെങ്കിലും അല്ലെങ്കിൽ റൈഡിലാണെങ്കിലും ക്യൂ ഒക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് നടക്കുകയാണ് ഇവിടുന്ന്. അപ്പോൾ അത്രയൊക്കെയാണ് നൂൺബർഗിലെ ഫോക്ക് ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ. ഞാൻ കാണിച്ചു തരാം ഇപ്പം അങ്ങോട്ട് ക്രൗഡായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.